ചക്കച്ചുള കൊണ്ടുള്ള പലഹാരം, അതും എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെയും ആവിയിൽ പുഴുങ്ങാതെയും ഉണ്ടാക്കാവുന്ന ഈ പലഹാരം ഒന്നുണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കും. ലോകത്തിലെ വലിയ ഫ്രൂട്ടായ ചക്ക ആരോഗ്യ ഗുണത്തിലും വലുതാണ്. പല റെസിപ്പീസും ചക്ക കൊണ്ടുണ്ടാക്കാം. എന്നാൽ വളരെ എളുപ്പത്തിലും രുചിയിലും ചക്ക കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാണാനും കഴിക്കാനും നല്ലതായി പലഹാരം തയ്യാറാക്കാനായി നന്നായി പഴുത്ത 15 വരിക്കച്ചുള എടുക്കുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് കീറിയിടുകയോ അല്ലെങ്കിൽ അരിഞ്ഞിടുകയോ ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി അരച്ചെടുത്ത് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു പാനിൽ 1 കപ്പ് പുട്ടുപൊടി ഇടുക. കൂടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും. രണ്ടും കൂടെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി ഈ കൂട്ട് വറുത്തെടുക്കണം. നല്ലതായിട്ട് ഇത് റോസ്റ്റായി വരണം. ഇത് കുറച്ച് റോസ്റ്റായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഏലക്ക ചേർക്കുക. താല്പര്യമുള്ളവർക്ക് ചെറിയ ജീരകവും ചേർക്കാം. ഏലക്കായോടൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നന്നായി ഇളക്കുക. അവലോസ് പൊടി വറക്കുന്നത് പോലെ ഇത് വറുത്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ചൂട് പോയതിന് ശേഷം നല്ലവണ്ണം പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനിയും ആ സെയിം പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ആൽമണ്ട് ഫ്ലേക്സ് ആണ് ഇടുന്നത്. നട്ട്സിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റുക. അതിനുശേഷം ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ചക്കയിട്ട് നന്നായി ഇളക്കുക. ഇത് കുറച്ച് നേരം ഇളക്കണം. ചക്കയൊന്ന് വഴന്നു വരണം. ഇത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കച്ചുളയ്ക്ക് മധുരം കുറവാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇത് കുറച്ച് ലൂസ് ആകാനായിട്ട് തുടങ്ങും. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് ടൈറ്റ് ആകാനായിട്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ കുറച്ച് മാറാനായിട്ട് തുടങ്ങും. അങ്ങനെ കളർ മാറുമ്പോൾ നമ്മൾ ഈ പൊടിച്ചു വച്ചിരിക്കുന്ന പുട്ടുപൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കുക. ആദ്യമേ മുഴുവൻ പുട്ടുപൊടിയും ഇതിനകത്ത് ഇടരുത്. കുറേശ്ശെയായിട്ടിട്ട് ഇളക്കുക. ലൂസായി തോന്നിയേക്കാം, സാരമില്ല, പിന്നീട് അത് ടൈറ്റ് ആകും. എല്ലാം മിക്സ് ആയ ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. നട്ട്സ് കൂടി ഇട്ട് വീണ്ടും ഇളക്കിയിട്ടിത് മാറ്റി വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ചൂടുള്ളപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക. വളരെ രുചികരവും ഗുണകരവുമായ 4 മണി പലഹാരം ഇവിടെ തയ്യാറായി. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെയുള്ള ഈ സ്നാക്ക് എന്തുകൊണ്ടും ഏത് ബേക്കറി പലഹാരത്തെക്കാളും നല്ലതാണ്. ന്യൂട്രീഷ്യസ് ആയ ഈ പലഹാരം വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. 2 ദിവസം ഇത് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ചക്കച്ചുള തനിയെ കഴിക്കാൻ നല്ലതാണ്. എന്നാൽ ചക്കച്ചുളയും നട്ട്സും തേങ്ങയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.